എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി +2 പബ്ലിക് എക്സാമിനേഷൻ റിസൾട്ട് പ്രഖ്യാപിച്ചു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് kerala-results.nic.in എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത ശേഷം VHSC റിസൾട്ട്സ് 2024 എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് അറിയാവുന്നതാണ്. നിങ്ങളുടെ റോൾ നമ്പർ നൽകിയ ശേഷം അതിനുശേഷം നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് നൽകി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ വർഷത്തെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി റിസൾട്ട് അറിയാൻ സാധിക്കുന്നതാണ്. അതുപോലെ സൈഡിലായിട്ട് ഒരു സിമ്പിൾ നൽകിയിട്ടുണ്ട്, സ്കൂൾ വൈസ് റിസൾട്ട് അറിയാനായിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് vhscap.kerala.gov.in എന്ന വെബ്സൈറ്റിൽ നിന്നും സ്കൂൾ ലിസ്റ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ജില്ല സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജില്ലയിലെ സ്കൂളിൻ്റെ കോഡ് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ ആ ഒരു കോഡ് നൽകിയിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. സാധാരണഗതിയിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയുടെ സ്കൂൾ വൈസ് റിസൾട്ട് ലഭ്യമാവാറില്ല. കാരണം സ്കൂളിൻ്റെ കോഡ് ഏകദേശം 6 അക്കമുണ്ടെങ്കിലും ഇതിൽ 5 അക്കം മാത്രമാണ് ടൈപ്പ് ചെയ്യാൻ സാധിക്കുള്ളൂ. ആ ഒരു രീതിയിൽ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് തന്നെ ആ ഒരു റിസൾട്ട് ലഭ്യമാകാറും ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ ഈ ഒരു റിസൾട്ട് കിട്ടുമോ എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് വേണമെങ്കിൽ നോക്കാവുന്നതാണ്. അപ്പോൾ മുൻ വർഷങ്ങളിൽ ആദ്യത്തെ ആ ഒരു 9 എന്നുള്ള ആ ഒരു നമ്പർ ഒഴിവാക്കിയിട്ട് ബാക്കി നമ്പർ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ലഭ്യമാവാറുണ്ടായിരുന്നു. എന്നാൽ അല്പസമയം മുമ്പ് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തപ്പോൾ ആ ഒരു റിസൾട്ട് ഒന്നും സ്കൂൾ വൈസ് റിസൾട്ട് കിട്ടുന്നില്ല എന്നുള്ളത് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു സ്കൂൾ വൈസ് റിസൾട്ട് ചെക്ക് ചെയ്യുന്നതിന് പകരം നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻഡിവിജ്വൽ റിസൾട്ട് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അതുപോലെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കുള്ള ഈ വർഷത്തെ +2 സേ പരീക്ഷയുടെ അപേക്ഷ നാളെ മുതൽ ആരംഭിക്കും. നിങ്ങൾ ഏത് സ്കൂളിലാണോ +2 രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ളത്, പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്ത് ആ ഒരു സ്കൂളിലെ പ്രിൻസിപ്പാളിനാണ് അപേക്ഷ നൽകേണ്ടത്. ഒരു വിഷയത്തിന് സേ പരീക്ഷയ്ക്ക് 175 രൂപയും അതുപോലെ 40 രൂപ സർട്ടിഫിക്കറ്റ് ഫീസുമാണ് വരിക. +2 ജയിച്ച വിദ്യാർത്ഥികൾക്ക് ഏതെങ്കിലും ഒരു വിഷയം ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാനുള്ള അവസരം ഉണ്ടായിരിക്കുന്നതാണ്. ആ ഒരു വിഷയത്തിന് 500 രൂപയാണ് ഫീസ് വരിക. അതുപോലെ 40 രൂപ സർട്ടിഫിക്കറ്റ് ഫീസുമാണ് വരിക. നിങ്ങൾക്ക് ഈ ഒരു സേ പരീക്ഷയെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് അറിയുന്നതിനായിട്ട് നിങ്ങളുടെ സ്കൂളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ വർഷത്തെ +2 സേ പരീക്ഷ നടക്കുന്നത് ഈ ഒരു ജൂൺ 12-ാം തീയതി മുതലാണ്. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികളും ഏതെങ്കിലും സബ്ജക്റ്റ് ഫെയിൽഡ് ആയിട്ടുണ്ടെങ്കിൽ ഈ ഒരു പരീക്ഷ തന്നെ എഴുതിയിട്ട് ജയിക്കാൻ ശ്രദ്ധിക്കുക. അല്ലാതെ അടുത്ത പരീക്ഷയ്ക്ക് എഴുതി ജയിക്കാമെന്ന് കരുതി കഴിഞ്ഞാൽ നിങ്ങളുടെ ഏകദേശം 1 വർഷത്തിലധികം തന്നെ നഷ്ടമാകുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.